السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിത സഹോദരങ്ങളെ, ഖതീബ് അറിയേണ്ടതും പാലിക്കേണ്ടതും എന്ന വിഷയത്തിന്റെ പാർട്ട് 4. ഖതീബ് മിമ്പറിൽ ഇരുന്നാൽ പിന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? നമസ്കാരം ഹറാമുള്ള, തഹരീമിന്റെ കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട്. ആ സമയത്തിൽപ്പെട്ട ഒരു സമയമാണ് ഖതീബ് മിമ്പറിൽ കയറി ഇരുന്ന ശേഷം ഉള്ള സമയം. ആ സമയത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കൽ തഹരീമിന്റെ കറാഹത്താണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നമസ്കാരമാണ് തഹിയ്യത്ത് നമസ്കാരം. ഖുതുബ നിർവഹിക്കുന്നത് പള്ളിയിൽ വെച്ചാണെങ്കിൽ ഈ ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടി ജുമുഅക്ക് വേണ്ടി ഹാജരായവൻ പള്ളിയിലേക്കാണ് പ്രവേശിക്കുകയും ചെയ്തിട്ടുള്ളതെങ്കിൽ അവൻക്ക് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത്, ജുമുഅക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ 2 റക്അത്ത് ഫർദ് ഖളാ ഉള്ള സുബ്ഹി ഒക്കെ ഖളാ വീട്ടാവുന്നതാണ്. അവിടെ തഹിയ്യത്തിനെയും കൂടെ കരുതലാണ് നല്ലത്. ഇത് കരുതിയിട്ടില്ലെങ്കിലും തഹിയ്യത്ത് അതിൽ ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് ആ നമസ്കാരം നിർവഹിക്കൽ അവർക്ക് അനുവദനീയമാണ്. 2 റക്അത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, തഹിയ്യത്ത് നമസ്കാരം നിർവഹിക്കൽ സുന്നത്തുള്ള ഒരാൾ അവർക്ക് ഖതീബ് മിമ്പറിൽ ഇരുന്ന ശേഷം 2 റക്അത്ത് നമസ്കരിക്കാം. അത് തഹിയ്യത്ത് മാത്രമായിട്ട് നമസ്കരിക്കാം. റവാത്തിബ് സുന്നത്തിനെ മാത്രം കരുതിയിട്ടും നമസ്കരിക്കാം. കാരണം അവിടെയും തഹിയ്യത്ത് അവർക്ക് ലഭിക്കും. തീരെ തഹിയ്യത്ത് സുന്നത്തില്ലാത്ത ഒരാളാണെങ്കിൽ അവൻ പള്ളിയിൽ തന്നെയാണ് ഉള്ളത്, പക്ഷേ തഹിയ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർക്ക് സമയം കഴിഞ്ഞു. അതല്ലെങ്കിൽ ഖുതുബ നടക്കുന്നത് പള്ളിയിൽ വെച്ച് തന്നെയാണ്, പക്ഷേ ഖുതുബക്ക് വേണ്ടി വന്നവൻ ഇരിക്കുന്നത് പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്തല്ല. തഹിയ്യത്ത് നമസ്കാരം അതല്ലെങ്കിൽ ഇഅ്തികാഫൊന്നും സഹിഹാകാത്ത ഒരു സ്ഥലത്താണ് അവനുള്ളത് എങ്കിൽ അവിടെ തഹിയ്യത്ത് നമസ്കരിക്കൽ പറ്റൂല. അത്തരക്കാരായ ആളുകൾക്ക് അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് തഹിയ്യത്തും നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ജുമുഅന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബും നിർവഹിക്കാൻ പാടുള്ളതല്ല, ഹറാമാണ്. പള്ളിയിൽ പ്രവേശിച്ചു, അവൻ തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരുന്നു. അത് ഇരുന്നത് മറന്നുകൊണ്ടാണ്, അതല്ലെങ്കിൽ വിവരക്കേട് കൊണ്ടാണ് ഇരുന്നു പോയത്. തഹിയ്യത്തിനെ അവർക്ക് തേടിയിട്ടുണ്ട് എന്ന കാര്യം അറിയാതെയോ മറന്നിട്ടോ. പിന്നെ സമയം ദീർഘമാവുന്നതിന് മുമ്പ് ഓർമ്മ വരികയോ അതല്ലെങ്കിൽ തഹിയ്യത്ത് സുന്നത്ത് എന്നുള്ള കാര്യം അറിയുകയോ ചെയ്താൽ
അവർക്ക് അപ്പോൾ നമസ്കരിക്കാവുന്നതാണ്. കാരണം ആ തഹിയ്യത്തിന്റെ സുന്നത്ത് അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് ഇവിടെ ഖതീബ് മിമ്പറിൽ ഇരുന്ന ശേഷമുള്ള നമസ്കാരത്തിന്റെ വിശദമായ ഒരു രീതി. ഇത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഖതീബ് മിമ്പറിൽ കയറിയിട്ടേ ഉള്ളൂ, ഇരുന്നിട്ടില്ലെങ്കിൽ ഈ പള്ളിയിലേക്ക് പ്രവേശിച്ച ആൾക്ക് തഹിയ്യത്ത്, അതല്ലെങ്കിൽ തഹിയ്യത്തിന്റെ കൂടെ ജുമാഅത്ത് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ്, അതല്ലെങ്കിൽ തഹിയ്യത്തിനെ കരുതാതെ 2 റക്അത്ത് റവാത്തിബ്, അതല്ലെങ്കിൽ സുബ്ഹി പോലെയുള്ള ഖളാ ഉള്ള 2 റക്അത്ത് അവിടെ വെച്ച് നിർവഹിക്കുന്നതിന് വിരോധമില്ല. നിർവഹിക്കുമ്പോൾ അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നിർവഹിക്കണം എന്നുള്ളതും നിർബന്ധമാണ്. അവർക്ക് ഫാത്തിഹയ്ക്ക് ശേഷം ഒരു ചെറിയ സൂറത്ത് ഓതുന്നതിന് വിരോധമില്ല എന്ന് ശർവാനിയിൽ കാണാൻ കഴിയും. വല്ലൗജഹു അന്നൽ മുറാദ ബിഹി തർക്കു തത്വീരി ഉറപ്പ. അക്കല്ല മുജ്സി ആയ നിലക്ക് നിർവഹിക്കുക തഖ്ഫീഫ് വേണം എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ സാധാരണയിൽ ദീർഘമായി എന്ന് പറയത്തക്ക വിധം ദീർഘമാക്കാതിരിക്കലാണ്. ഫലഹു അയ്യത്തിയതി സൂറത്തിൻ കസീറത്തിൻ ബഅദൽ ഫാത്തിഹ. ഫാത്തിഹയുടെ ശേഷം ഒരു ചെറിയ സൂറത്തിന് അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ പറഞ്ഞ വിശദീകരണം തുഹ്ഫ 2, 454, 455, 456 ശർവാനി സഹിതം വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബുസ്റൽ കരീം 159 വിശദീകരിച്ചിട്ടുണ്ട്. പള്ളിയിൽ പ്രവേശിച്ച ഒരാൾക്ക് ഈ ഇമാമ് മിമ്പറിൽ ഇരുന്ന ശേഷമുള്ള നമസ്കാരം 2 റക്അത്ത് പറ്റുകയുള്ളൂ എന്നത് പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. ഖദിയത്തു ഹാദാ തസ്വീറുൽ മസ്അലത്തി ബി ഇഖാമത്തിൽ ജുമുഅത്തി ഫീ മസ്ജിദിൻ. ജുമുഅയെ പള്ളിയിലാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ മസ്അലയെ രൂപപ്പെടുത്തണം. വഅന്നഹാ ലൗ ഉഖീമത്ത് ഫീ ഗൈരിഹി. ജുമുഅയെ പള്ളി എല്ലാത്തിടത്ത് വെച്ചാണ് നിർവഹിക്കപ്പെടുന്നതെങ്കിൽ ഫലാ സ്വലാത്ത മുത്ലഖൻ. അവനക്ക് മുത്ലഖ നിലക്ക് നമസ്കരിക്കാൻ പാടില്ല. ഫഇല്ലം തഹ്സുൽ തഹിയ്യത്തുൻ. അവർക്ക് തഹിയ്യത്ത് കരസ്ഥമാവുകയില്ലെങ്കിൽ, കാരണം അവൻ പള്ളിയിൽ അല്ല, അതല്ലെങ്കിൽ പള്ളിയിലാണ് തഹിയ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. മസ്ജിദിന് അവൻ പള്ളിയില്ലാത്തടത്താണ്. ജുമുഅ പള്ളിയിൽ വെച്ച് തന്നെ നടക്കുന്നത്, പക്ഷെ ഇവൻ ഇരിക്കുന്നത് പള്ളിക്ക് പുറത്താണ്. എന്നാലും യുസല്ലി ശൈഅൻ, അവൻ ഒന്നിനെയും നമസ്കരിക്കരുത്. വയഹ്റുമു ഇജ്മാഅൻ അലാമ ഹക്കാവുൽ മാവർദി. ഇജ്മാഅാണെന്ന് ഇമാം മാവർദി തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഹറാമാണ്. അലാ ജാലിസിൻ, ഇരിക്കുന്നവന്റെ മേൽ, ഐ മല്ലം തുസന്നു ലഹു തഹിയ്യത്തു. തഹിയ്യത്ത് സുന്നത്തില്ലാത്ത ഒരുത്തന്റെ മേൽ ഹറാമാണ്. ബഅദ ജുലൂസിൽ ഇമാമി അലൽ മിമ്പരി. മിമ്പറിന്റെ മേൽ ഇമാമി ഇരുന്ന ശേഷം സലാത്തു ഫർളിൻ, ഫർള് നമസ്കാരം. ഓരോ കായിത്തത്തൻ തദക്കറഹൽ ആന, ഇപ്പൊ ഓർമ്മ വന്ന ഒരു ഫൗത്തായ നമസ്കാരമാണ്. വൈൻ ലസിമത്തുഹു ഫൗറൻ, അത് നിർബന്ധമായും വേഗത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഔ നഫ്ലുൻ, അതല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരം. ഇതൊന്നും പാടില്ല, ഹറാമാണ്. ഇവിടെ നഷ്ടപ്പെട്ടു പോയ നമസ്കാരം ഇപ്പൊ ഓർമ്മ വന്നതാണ് എന്ന് പറഞ്ഞിടത്ത് സുബ്ഹി 2 റക്അത്തുള്ളായത് കൊണ്ട് അത് ഒഴിവാണെന്ന് ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. വല്ലദി യത്തജിഹു അൻ യുസല്ലിയ റക്അത്തൈനി വലോ ഖളാഅ സുന്നത്തി സുബ്ഹി ഔ നഫ്സി സുബ്ഹി സവാഉൻ നവ മഅഹുമാ തഹിയ്യത ഔലാ. അപ്പോ ഈ നിലക്ക് തന്നെയുള്ള വിശദീകരണം അനുസരിച്ചുകൊണ്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഖുതുബക്ക് മുമ്പായി മഅ്ശർ വിളി സുന്നത്തുണ്ട്.
കലാമുഹും ഹാദ, ഫുഖഹാഇന്റെ ഈ കലാം എന്ന് പറഞ്ഞാൽ ഖൗലുഹും വതുസന്നു അലാ മിമ്പരിൻ ഔ മുർതഫിഇൻ ഇലാ ആഖിരിഹി. ഖുതുബ മിമ്പറിന്റെ മേലോ അതല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥലത്തിന്റെ മേലോ ആവൽ സുന്നത്താണ് എന്ന ഫുഖഹാഇന്റെ ആ കലാമ്, വഗൈറുഹു അതല്ലാത്ത കലാമും സരീഹുൻ അത് വ്യക്തമാക്കുന്നുണ്ട്, ഫി അന്നത്തിഹാദ മുറത്തിൻ ലിൽ ഖത്തീബി, ഖത്തീബിനെ കയറ്റുന്ന ആളെ നിശ്ചയിക്കൽ, യഖറഉൽ ആയത്ത ഈ മുറത്തി ആയത്തിനെ ഓതും. ആയത്ത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് തുടങ്ങുന്ന ആ ആയത്താണ് ഓതാറുള്ളത്. വൽ ഖബറ ഖബറിനെയും ഓതും, അൽ മസ്ഹൂറൈൻ അറിയപ്പെട്ടതായ ആയത്ത് ഹദീസ്. ഖത്തീബ് മിമ്പറിൽ കയറിയാൽ സംസാരിച്ചാൽ അവനക്ക് ലഗ്വ് സംഭവിക്കും എന്നൊക്കെ പറയുന്ന ഹദീസ്. അപ്പൊ ഇങ്ങനെ ഈ അറിയപ്പെട്ട ആയത്തിനെയും ഹദീസിനെയും ഓതുന്ന പാരായണം ചെയ്യുന്ന ഖത്തീബിനെ മിംബറിലേക്ക് കയറ്റുന്ന മുറത്തിനെ നിശ്ചയിക്കൽ ബിദ്അത്താണ്. ലാ ഖീല ലാകിന്നഹ ഹസനത്തുൻ, പക്ഷെ അത് ഹസനത്താണ്. കാരണം ഹസ്സിൽ ആയത്തി അലമാ യുൻദബു ലികുല്ലി അഹദിൻ മിൻ ഇക്സാരി സ്വലാത്തി വസ്സലാമി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് പ്രേരിപ്പിക്കുന്നുണ്ട് എല്ലാ ഓരോരുത്തർക്കും ഈ ദിവസം പ്രത്യേകിച്ചും അധികരിപ്പിക്കൽ സുന്നത്തുള്ള കാര്യമാണല്ലോ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു സലാം. അപ്പൊ അതിന്റെ മേൽ പ്രേരിപ്പിക്കലുണ്ട്. അതുപോലെ തന്നെ ഈ ഹദീസ് പ്രേരിപ്പിക്കുന്നുണ്ട് അലാ തഅഖുദിൽ ഇൻസാത്തി അൽ മുഫവ്വിത്തി തർക്കഹു ലിഫദ്ലിൽ ജുമുഅത്തി. ഇൻസാത്തിനെ ഒഴിവാക്കിയാൽ ജുമുഅന്റെ ഫളീലത്ത് നഷ്ടപ്പെടുത്തും. അങ്ങനെയുള്ള ഇൻസാത്തിന്റെ ആ സുന്നത്ത് ശ്രദ്ധിച്ച് കേൾക്കൽ ശക്തമായ സുന്നത്താണെന്നതിന്റെ മേൽ ഹദീസും പ്രേരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബിദ്അത്താണെങ്കിലും സുന്നത്താണ്. ഈ മുറത്തിയെ നിശ്ചയിക്കൽ സുന്നത്തായ ബിദ്അത്താണ്. തുഹ്ഫ 2461. ഇവിടെ യഖറഉൽ ആയത വൽ ഖബറൽ മശ്ഹൂറൈനി എന്ന് പറയുന്നിടത്ത് ശർവാനിയിൽ കാണാം ഐ ബഅദൽ അദാനി വ ഖബ്ലൽ ഖുതുബത്തി. ഖതീബ് മിമ്പറിൽ കയറിയ ശേഷം ഇരുന്നു കഴിഞ്ഞാൽ ഈ ബാങ്ക് വിളി സുന്നത്തുണ്ടല്ലോ, ആ ബാങ്കിന്റെയും പിന്നെ ഖുതുബ നിർവഹിക്കുന്നതിന്റെയും മുമ്പ്, ബാങ്കിന്റെ ശേഷവും ഖുതുബന്റെ മുമ്പുമായിട്ടാണ് ഈ ആയത്ത് ഓതേണ്ടത് എന്ന് പറഞ്ഞാൽ മുറത്തി ഇക്കാര്യം നിർവഹിക്കേണ്ടത് എന്ന് നിഹായയെ ഉദ്ധരിച്ചുകൊണ്ട് ഷെർവാനി 2461 പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന്റെ ശേഷവും ഖുതുബന്റെ മുമ്പുമായിട്ടാണ് മുറത്തി ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് ഷർവാനിയിൽ നിഹായെ തൊട്ട് ഉദ്ധരിച്ച് പറയുന്നുണ്ടെങ്കിലും മുറത്തിയിൽ നിന്ന് വാള് മേടിക്കേണ്ടത് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുമ്പാണ്. ആ സമയത്താണ് നമ്മുടെ നാടുകളിൽ ഒക്കെ ഈ മഅ്ശറ വിളി നടക്കുന്നതും. അപൂർവമായി ചില സ്ഥലങ്ങളിൽ ഇത് ഖതീബ് മിമ്പറിൽ കയറി ഇരുന്ന ശേഷം നടക്കുന്നുണ്ടെങ്കിലും തുഹ്ഫയുടെ ഇബാറത്തിൽ ഇത് നിർവഹിക്കേണ്ടത് മിമ്പറിൽ ഖതീബ് ഇരുന്ന ശേഷമാണ് എന്നറിയിക്കുന്ന ഇബാറത്തുകൾ ഇല്ല. അതോടൊപ്പം തുഹ്ഫയുടെ ഇബാറത്തിൽ നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് നമ്മൾ നിർവഹിക്കുന്ന വിധത്തിലാണ് വേണ്ടത് എന്ന് തന്നെയാണ്. തുഹ്ഫയുടെ ഇബാറത്തിൽ കാണാം വഅഖൂലു യസ്തദില്ലു ലിദാലിക അയ്ളൻ. ഇങ്ങനെ മുറത്തിയെ നിശ്ചയിക്കുന്നതിന് തെളിവാണ് ബിഅന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് തെളിവ് പിടിക്കാം? റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചു മൻ ഒരുത്തനോട്.
എങ്ങനത്തെ ഒരുത്തനാണ് യസ്തൻസിത്തു ലഹുന്നാസ, ആ ഒരുത്തൻ റസൂലുള്ളാഹിക്ക് വേണ്ടി ജനങ്ങളോട് ശ്രദ്ധിക്കലിനെ തേടും. ഇന്ദ ഇറാദത്തിഹി ഖുതുബത്ത മിനൽ ഫി ഹജ്ജത്തുൽ വദാ, റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദായിൽ മിനയിൽ വെച്ചുകൊണ്ടുള്ള ഖുതുബക്ക് ഉദ്ദേശിച്ചപ്പോൾ അവിടെ മിമ്പറിൽ കയറിയിട്ടല്ല ആ ഖുതുബ റസൂൽ നിർവഹിച്ചിട്ടുള്ളത് എന്നാണല്ലോ. ഖിയാസുഹു, അപ്പോ ആ പറഞ്ഞതിന്റെ താരതമ്യം അന്നഹു യുൻദബുൽ ഖതീബി, ഇവിടെയും ഖതീബിന് സുന്നത്താണ് അംറു ഗൈരിഹി, വേറൊരാളോട് കൽപ്പിക്കുക ബിഅൻ യസ്തൻസിത ലഹുന്നാസ, ജനങ്ങളോട് ശ്രദ്ധിക്കലിനെ തേടൽ കൊണ്ട് ഖതീബിന് വേണ്ടി. വഹാദാ ഹുവ ശൈനുൽ മുറത്തി, അതാണ് മുറത്തിയുടെ കാര്യവും. അപ്പോ റസൂലുള്ള ആ കൽപ്പിച്ചത് ഖുതുബ ആരംഭിക്കുന്നതിന്റെ മുമ്പാണ് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുക അത് മിംബറിൽ കയറുന്നതിന്റെ മുമ്പാണ് എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തുഹ്ഫയിൽ നിന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് നിർവഹിക്കുന്ന വിധത്തിലാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്. ഖുതുബയുടെ ആദ്യ ഫർളാകുന്ന അൽഹംദുലില്ലാഹ് എന്നുള്ളതിനെ ഉറക്കെ പറഞ്ഞ ശേഷം അടുത്ത ഫർളാകുന്ന സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഇടയിൽ ചൊല്ലേണ്ടവയൊക്കെ പതുക്കെ ചൊല്ലി സ്വലാത്തിന്റെ അവിടെ എത്തുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലുക. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് ഉറക്കെ ചൊല്ലുന്ന രീതി. അങ്ങനെ ഒരു രീതി ഹംദ് കഴിഞ്ഞ ശേഷം സ്വലാത്തിന്റെ ഇടയിൽ ഉള്ളതിനെ പതുക്കെ ചൊല്ലണം എന്നറിയിക്കുന്ന ഇബാറത്തുകളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ഉറക്കനെ ആദ്യം മുതൽ അവസാനം വരെ ഉറക്കനെ തന്നെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് തന്നെയാണ്. ചില ആളുകൾ അൽഹംദുലില്ലാഹ് എന്ന് ആദ്യം പറഞ്ഞ് ഉറക്കനെ പറഞ്ഞ് പിന്നെ അൽഹംദുലില്ലാഹ് ഒന്നും കൂടി ആവർത്തിച്ച് ശേഷമുള്ളത് കൂട്ടിച്ചൊല്ലുന്ന രീതി ഉണ്ട്. ഇവിടെ ഈ ഫർദിനെ ആവർത്തിച്ചത് കൊണ്ട് ഖുതുബക്ക് ഒരു തകരാറും സംഭവിക്കുമോ? ഖതീബ് ആരംഭിച്ചു, അങ്ങനെ ഫസറദഹ ഐ ദക്കറഹ, അർക്കാനുകളെ ഖതീബ് പറഞ്ഞു, മുത്തതാബിഅത്തൻ, തുടർച്ചയായി അർക്കാനുകളൊക്കെ ഒന്നാണ് പറഞ്ഞു. തുമ്മ അആദഹ, പിന്നെ ആ അർക്കാനുകളൊക്കെ രണ്ടാമത് വീണ്ടും മടക്കി. കമഅതീദൽ ആന, ഇപ്പോ അങ്ങനെ പതിവായി കാണപ്പെടുന്നു. കഅൻഖാല, അതെങ്ങനെ ഖതീബ് പറയാ, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ഊസികും ബിതഖ്വല്ലാഹി വതഅതിഹി എന്ന് പറഞ്ഞ് അങ്ങനെ ആ കാര്യങ്ങളോട് പറഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹില്ലദി എന്ന് തുടങ്ങി ഇലാഖിരി അവസാനം വരെ പറയാം. അങ്ങനെ ചെയ്യുമ്പോൾ ബി അന്നൽ അർക്കാന ഹുവ മാ അതാ ബിഹി അവ്വല, റുക്നുകൾ അവൻ ആദ്യം കൊണ്ടുവന്നതാണ്. വമാ അതാ ബിഹി സാനിയത്തൻ, രണ്ടാമത് വീണ്ടും അൽഹംദുലില്ലാഹില്ലദി എന്ന് തുടങ്ങി അവസാനം വരെ കൊണ്ടുവരുന്നത് ബി മൻസിലത്തി തൈക്കീദ്, അത് തൈക്കീദിന്റെ സ്ഥാനത്താണ്. ഫഹുവ ബി മൻസിലത്തി തക്രീരി റുക്നിൽ ഖൗലി, ഇത് ഖൗലിയായ ഫർദിനെ മടക്കി കൊണ്ടുവരുന്നതിന്റെ സ്ഥാനത്താണ് വരിക. വദാലിക ലാ യദുറു, അത് ഇവിടെ ഖുതുബക്ക് പ്രശ്നങ്ങൾ വരുത്തുകയില്ല എന്നാണ്. അപ്പോ മുഴുവൻ ഫർദുകളെയും ആദ്യം കൊണ്ടുവന്ന് വീണ്ടും ആവർത്തിച്ചാൽ പോലും കുഴപ്പമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കനെ പറഞ്ഞ് പിന്നെ അൽഹംദുലില്ലാഹില്ലദി എന്നിങ്ങനെ തുടങ്ങി പറഞ്ഞാലും ആ ആവർത്തിച്ചതിന് കുഴപ്പം ഇല്ല എന്നാണ് നിഹായത്തു സൈൻ 138 പറയുന്നത്. ഖുതുബയുടെ രണ്ടാമത്തെ ഫർളാകുന്ന സ്വലാത്തിൽ നമ്മുടെ നുബാത്തിയ ഖുതുബയുടെ ഏടുകളിൽ സലാമിനെ പറഞ്ഞ് കാണാറില്ല. അതുകൊണ്ട് സ്വലാത്തിന്റെ കൂടെ സലാമിനെയും കൂടി പറയണം. സലാമില്ലാതെ സ്വലാത്തിനെ മാത്രം പറയലും സ്വലാത്തില്ലാതെ സലാമിനെ മാത്രം പറയലും
അത് കറാഹത്താണ് എന്നാണ് പൊതു നിയമം. അത് ഈ ഖുതുബയിലും ബാധകമാണ്. ആ കറാഹത്ത് ഒഴിവാകാൻ സ്വലാത്തിന്റെ കൂടെ സലാമിനെയും കൂടി പറയേണ്ടതാണ്. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് യുടെ 1:37 പറഞ്ഞതായി കാണാൻ കഴിയും. വജമഅ ബൈനഹുമാ മുസന്നിഫ് ഇമാം നബവി റഹ്മഹുല്ലാഹ് സ്വലാത്ത് സലാമിന്റെ ഇടയിൽ ഒരുമിച്ചു കൂട്ടി ഇവിടെ. അതെന്തുകൊണ്ടാണ്? ലിനഖ്ലിഹി അനിൽ ഉലമാഇ കറാഹത്ത ഇഫ്റാദി അഹദിഹിമ അനിൽ ആഖിർ. പണ്ഡിതന്മാരെ തൊട്ട് ഇമാം നബവി തങ്ങൾ തന്നെ നഖൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? കറാഹത്ത ഇഫ്റാദി അഹദിഹിമ അനിൽ ആഖിരി, സ്വലാത്ത് സലാമിൽ നിന്ന് ഒന്നിനെ മറ്റതിനെ തൊട്ട് തനിപ്പിക്കൽ കറാഹത്താണ്. ഐ ലഫ്ളൻ, മൊഴിച്ചിലിൽ, ലാ ഖത്തൻ, എഴുത്തിൽ അത് കുഴപ്പമില്ല. വാമൊഴിയായിട്ട് പറയുമ്പോൾ രണ്ടാലൊന്ന് മാത്രം പറയുക, മറ്റതില്ലാതെ, അത് കറാഹത്താണ് എന്നാണ് ഉലമാഇനെ തൊട്ട് ഇമാം നബി തങ്ങൾ തന്നെ നഖൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് തരിപ്പിക്കൽ കറാഹത്താണ് എന്ന് തുഹഫ 1:37 അതുപോലെ തുഹഫ തന്നെ 2:445 അത്തഹിയാത്തിന്റെ അവിടെ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ഫർളാണല്ലോ അത്തഹിയാത്തിൽ. അവിടെ കാണാൻ സലാമും കൂടി സുന്നത്താണ്. അല്ല, സലാം അവിടെ അത്തഹിയാത്തിൽ ആദ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്വലാത്തിന്റെ കൂടെ സലാം പറയാത്തത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അവിടെ അത് പറയാത്തത്. ജനായിസിന്റെ ബാബിലും കാണാം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് മൈത്തുസ്കാരത്തിൽ നിർബന്ധമാണല്ലോ. അവിടെ ഫത്ഹുൽ മുഈനിലും അതുപോലെ തുഹ്ഫ 3:136 ഒക്കെ കാണാൻ കഴിയും. വന്നഹു യുൻദബു വമ്മു സലാമി ലിസ്വലാത്തി, സ്വലാത്ത് ഉള്ള സലാമിനെ കൂടുതൽ സുന്നത്താണ്. അപ്പോ ഇന്നമാലം യഹ്തജു ഇലൈഹി ലിതഖദ്ദുമി ഫിത്തശഹുദ്, അത്തഹിയാത്തിന്റെ അവിടെ ഇങ്ങനെ ഈ സലാമിനെ സ്വലാത്തിലേക്ക് കൂടുതൽ സുന്നത്താകൽ ആവശ്യമായി വന്നിട്ടില്ല. കാരണം അവിടെ സലാം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യുഹൻ നബിയു എന്നുള്ളതിന്റെ കൂടെ എന്നുള്ള ആ സലാം ആദ്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ വേറൊന്നും സലാം മുന്തിയിട്ടില്ലല്ലോ ഈ മൈത്തുസ്കാരത്തിന്റെ അവിടെ. അതുകൊണ്ട് ഈ കറാഹത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി സലാമും കൂടി അവിടെ സുന്നത്താണ്. വൽ യുസന്ന ഖുറൂജുൽ കറാഹത്തി, 3:136 ഈ ആയത്ത് 2:126 കാണാം. ഇനി കറാഹത്ത് റസൂലുള്ളാഹിനെ തൊട്ട് സ്വലാത്ത് വാരിദായി വന്ന ആ സീഗയിൽ സലാമില്ലാതെ വന്നതാണെങ്കിൽ അതും കറാഹത്തായിട്ട് വരുമോ ഇല്ലയോ? ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുന്നത്, വാരിദായ സ്വലാത്തിൽ സലാമില്ലെങ്കിലും നമ്മൾ സലാം കൂടെ കൊണ്ടുവരണം, കറാഹത്ത് ഒഴിവാവുകയില്ല. വാരിദായ സ്വലാത്തിൽ സലാമില്ല എന്ന് കരുതി സലാമിനെ കൊണ്ടുവരാതിരുന്നാൽ കറാഹത്ത് ഒഴിവാവുകയില്ല, സലാമിനെ കൂടെ കൊണ്ടുവരണം. കാരണം ഫുഖഹാ അത്തഹിയാത്തിന്റെ അവിടെ സ്വലാത്ത് പറഞ്ഞപ്പോ സലാം അവിടെ ആദ്യം അസ്സലാമു അലൈക എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ സലാമിനെ സംബന്ധിച്ച് പറയാത്തത് എന്ന് പ്രത്യേകം പറഞ്ഞതിൽ നിന്ന് വാരിദായ സ്വലാത്താണല്ലോ, ഇബ്രാഹിമിയ സ്വലാത്താണല്ലോ അത്തഹിയാത്തിലും ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നത് തന്നെ വാരിദായ സ്വലാത്താണെങ്കിലും അതിൽ സലാം ഇല്ലെങ്കിൽ ആ സലാം നമ്മൾ കൂട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ കറാഹത്ത് വരും എന്നറിയിക്കുന്നു എന്നാണ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് പറയുന്നത്.
ഇമാം റംലി തങ്ങളൊക്കെ അവര് വാരിതായി വന്നിടത്ത് ആ സ്വലാത്തിൽ സലാമില്ലാതെ വന്നോടത്ത് ആ വാരിദിന്റെ മേൽ മാത്രം കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ സലാമിനെ പറയാത്തത് കൊണ്ട് കറാത്ത് വരികയില്ല എന്നാണ് അവരൊക്കെ പറയുന്നത്. ഇവിടെ ഇബ്നു ഹജർ തങ്ങളും ഇമാം റംലി തങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. തുഹ്ഫ ഷെർവാനി സഹിതം 2:136, ബുഷ്റൽ കരീം 2:36, ഫതാവൽ ഹദീസിയ 156, 157 ഇവയിൽ ഈ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കൽ നിർബന്ധമാണല്ലോ. വൽജുലൂസു ബൈനഹുമാ ബിത്തുമഇനീനത്തി ഫീഹി വുജൂബൻ കമാ ഫിൽ ജുലൂസി ബൈന സജദതൈൻ. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അടങ്ങിത്താമസിക്കൽ നിർബന്ധമായതുപോലെ അടങ്ങിത്താമസിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തം രണ്ട് ഖുതുബയ്ക്കിടയിൽ നിർബന്ധമാണ്. ഈ അടങ്ങിത്താമസിക്കുക എന്ന് പറഞ്ഞതിന്റെ നിയമം അവന്റെ അവയവങ്ങൾ അടങ്ങലാണ്. മന്ദത്തലയിലേഹി അമന്തത്തലാണ്. ഏതിനെ തൊട്ടാണോ അവൻ നീങ്ങിയിട്ടുള്ളത് ആ അനക്കത്തെ തൊട്ട് ഏതിലേക്കാണോ അവൻ വന്നത് അവിടെയുള്ള അനക്കത്തിനെ തൊട്ട് വേർപിരിയുന്ന അവസ്ഥ കണ്ട് അവയവങ്ങൾ അടങ്ങണം. അപ്പോ നൃത്തത്തിൽ നിന്ന് വരുമ്പോഴുള്ള ആ അടക്കം അടങ്ങി അല്പസമയം അവൻ ഇരിക്കണം. അതല്ലാതെ ആ ഇരുത്തത്തിൽ പിന്നെ അനങ്ങാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല പറഞ്ഞു. വായക്കുന്ന ജുലൂസുഹു ബൈനഹുമ ഐ ബൈനൽ ഖുതുബത്തിൽ, രണ്ട് ഖുതുബക്കിടയിലുള്ള ആ ഇരുത്തത്തിൽ ആ ഇരുത്തം ആവലാണ് നഹവ സൂറത്തുൽ ഇഖ്ലാസ്. ഒരു സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖദർ അത്ര ആവുക തഖരീബൻ ഏകദേശം. മാത്രമല്ല യസ്തഗില ഫീഹി ബിൽ ഖിറാഅത്തി, ആ ഇരുത്തത്തിൽ ഖുർആൻ ഓതൽ കൊണ്ട് ജോലിയാവുകയും സുന്നത്താണ്. ഫിൽ ഖബരി സഹീഹി ബിദാലിക, സഹീഹായ ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്. വൽ അഫ്ളലു സൂറത്തുൽ ഇഖ്ലാസ്, ഏറ്റവും ശ്രേഷ്ഠമായത് സൂറത്തുൽ ഇഖ്ലാസ് ഓതലാണ്. അപ്പോ സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖദർ കണ്ട് ഇരിക്കുക, ആ ഇരുത്തത്തില് സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയും ചെയ്യുക. ഖാലൽ ഖാദി ഇന്ന ദുആ ഫിഹാ മുസ്തജാബ്, ഈ ഇരുത്തത്തിൽ ദുആ ഉത്തരം കിട്ടപ്പെടുന്ന ഒരു സമയമാണ്. തുഹ്ഫ ഷെർവാനി സഹിതം 2:463, മുഗ്നി 1:530. ഇജാബത്ത് കിട്ടുന്ന ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് അതൊരു അല്പസമയമാണ്. മിൻ ജുലൂസിൽ ഖതീബി ഇലാ ആഖിരി സ്വലാത്തി, ആ സമയത്തിൽ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന സമയം ഖതീബ് മിമ്പറിൽ ഇരുന്ന മുതൽക്ക് നിസ്കാരത്തിന്റെ അവസാനം വരെയാണ്. കമാ ഫി ഖബരി മുസ്ലിം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഉള്ളത് പ്രകാരം ഖതീബ് മിമ്പറിൽ ഇരുന്ന സമയം മുതൽ നിസ്കാരത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞത് അലൽ അസഹി മിൻ നഹവി 50 ഖൗല, ഈ സമയം എപ്പോഴാണ് ഉത്തരം കിട്ടുന്ന ആ സമയം എന്നുള്ളതിൽ 50 ചില്ലാനും ഖൗലുകളുണ്ട്. അതിൽ നിന്ന് അസഹായത് ഖതീബ് മിമ്പറിൽ ഇരുന്ന സമയം മുതൽ നിസ്കാരത്തിന്റെ അവസാനം വരെയാണ്. അപ്പോ ഈ 50 ചില്ലാനും അഭിപ്രായങ്ങൾ ജമല് 2:49 ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അൽ ഖാമിസു അൽ ഇശ്റൂന,
25-ാമത്തെ അഭിപ്രായം പറഞ്ഞത് മാബൈന ഐ യജ്ലിസൽ ഇമാമു അലൽ മിമ്പരി ലാ തൻവറിയ സ്വലാത്ത്. ഇമാമു മിമ്പറിൽ ഇരിക്കുന്നതിന്റെ ഇടയിൽ നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു സമയമാണ് എന്നതാണ് 25-ാമത്തെ അഭിപ്രായം. 30-ാമത്തെ അഭിപ്രായം ഇൻദൽ ജുലൂസി ബൈനൽ ഖുതുബത്തൈൻ, രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്. രണ്ട് ഖുതുബന്റെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് ഈ ഉത്തരം കിട്ടുന്ന സമയം എന്നും അഭിപ്രായമുണ്ട്. 30-ാമത്തെ അഭിപ്രായമായിട്ട് പറയുന്നത് അതാണ്. മൊത്തത്തിൽ മിംബറിൽ നിന്ന് നിസ്കാരം അവസാനിക്കുന്നത് വരെയുള്ള സമയം എന്ന് പറയുമ്പോൾ ഈ സമയം ഉൾപ്പെടും. അതാണ് അസറ്റുള്ളത്. ജമില് 2:41. അപ്പൊ ഈ ഇരുത്ത സമയത്ത് ഖത്തീബ് നിർവഹിക്കേണ്ടത് ഖുർആൻ ഓതലാണ്. അതിൽ ഏറ്റവും നല്ലത് സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യലാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ജുമഅക്ക് ഹാജറായ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഖത്തീബ് ഇരിക്കുന്ന സമയത്ത്? വസുഇല അമ്മാ ഇദാ ജലസൽ ഖത്തീബ് ബൈനൽ ഖുതുബത്തൈനി, ഖത്തീബ് രണ്ട് ഖുതുബിന്റെ ഇടയിൽ ഇരുന്നാൽ ഹൽ യുസ്തഹബ്ബു ലഹു ഫി ജുലൂസിഹി ദുആഉൻ ഔ ഖിറാഅത്തുൻ ഔ ലാ, ഖത്തീബിന് ആ ഇരുത്തത്തിൽ ദുആ ആണോ സുന്നത്ത്, ഖിറാഅത്താണോ സുന്നത്ത്? അതെല്ലാം ഒന്നും സുന്നത്തില്ലേ? വഹൽ യുസന്നു ലിൽ ഹാദിരീന ഹീനഇദിൻ, ആ സമയത്ത് ജുമഅക്ക് ഹാജറായവർക്ക് സുന്നത്തുണ്ടോ അൻ യസ്തഖിലു ബി ഖിറാഅത്തിൻ ഔ ദുആഇൻ ഔ സലാത്തിൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറഫി സൗതി ഔ ലാ, ഖുർആൻ ഓതിക്കൊണ്ടോ ദുആ ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ റസൂലുള്ളാഹി നബിയുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടോ ജോലിയാവൽ സുന്നത്തുണ്ടോ? അതല്ല ബിറഫി സൗതി ഔ ലാ, ശബ്ദം ഉയർത്തിയിട്ടാണോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, അല്ലാതെയാണോ എന്ന ചോദ്യത്തിന് ഫഅജാബു ഖൗലിഹി, ഇബ്നു ഹജർ തങ്ങൾ മറുപടി കൊടുത്തു. ബാബിൽ പറഞ്ഞിട്ടുള്ളത് യുസന്നു ലഹു ഖിറാഅത്തു സൂറത്തുൽ ഇഖ്ലാസി, ഈ ഖതീബ് ആ യുദ്ധത്തിൽ സൂറത്ത് ഇഖ്ലാസ് ഓതൽ സുന്നത്താണ് എന്നാണ്. അപ്പോ വഖുൽതു ഫി ശറഹിഹി ലം അറ മൻ തഅറദ ലിനദ്ബിഹാ ബിഖുസൂസിഹാ ഫീഹി, സൂറത്ത് ഇഖ്ലാസിനെ ആ സമയത്ത് പ്രത്യേകമായി ഓതൽ സുന്നത്താണെന്നത് കൊണ്ട് വ്യക്തമാക്കിയവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ ആ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്, ശറഹുൽ ബാബിൽ. കാരണം വയുവജ്ജഹു ബി അന്ന സുന്നത്ത ഖിറാഅത്തു ശൈഇൻ മിനൽ ഖുർആൻ ഫീഹി, ആ സമയത്ത് ഖുർആനിൽ നിന്ന് അല്പം ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഇനി വഇദാ സബത അന്ന സുന്നത്തു ദാലിക, സുന്നത്തുള്ളത് ഖുർആൻ അല്പം ഓതലാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ വഹിയ ഔല, ഈ ഇഖ്ലാസാണ് ഏറ്റവും ഔല മിൻ ഗൈരി, അല്ലാത്തതിനേക്കാണ്. തമ്മിൽ മസീദ് സവാബിഹ ഫവായിദിഹ, ഈ ഇഖ്ലാസിന്റെ സവാബ് വർദ്ധിച്ചതാണ്, ശ്രേഷ്ഠതയും വർദ്ധിച്ചതാണ് മറ്റുള്ളവയെക്കാണ്. അതുകൊണ്ട് അതാണ് ഔല എന്ന് വരുന്നു. ഖാലൽ ഖാദി വദ്ദുആഉ ഫി ഹാദിഹിൽ ജൽസത്തി മുസ്തജാബുൻ, ഈ ഇരുത്ത സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് എന്ന് ഇമാം ഖാദി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖാദി ഹുസൈൻ ഇബാറത്തു ശറഹിൽ മദ്കൂലി വയുഖദു മിമ്മാ ദുക്കിറ അനിൽ ഖാദി, ഇമാം ഖാദി ഹുസൈൻ തങ്ങളെ തൊട്ട് പറയപ്പെട്ടതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്ന സുന്നത്ത ലിൽ ഹാദിരീന അൽ ഇസ്തിഖാലു വഖ്ത ഹാദിഹിൽ ജിൽസത്തി ബിദ്ദുആഇ, അവിടെ ജുമഅക്ക് ഹാജരായവർക്ക് സുന്നത്തുള്ളത് ആ ഇരുത്ത സമയത്ത് ദുആ കൊണ്ട് ജോലിയാവലാണ്. കാരണം ലിമാ തഖററ അന്നഹു മുസ്തജാബുൻ ഹീനഇദിൻ, ആ സമയത്ത് ദുആ ഉത്തരമുള്ളതാണെന്ന് സ്ഥിരപ്പെട്ടതാണല്ലോ. വഇദസ്തഗലു ബിദ്ദുആഇ, ദുആ കൊണ്ട് ജോലിയാവുമ്പോ ഫൽ ഔലാ യകൂന സിർറൻ, അത് പതുക്കെയാവലാണ് ഏറ്റവും നല്ലത്. കാരണം ലിമാ ഫിൽ ജഹീലി മിന തസ്ബീഹി അലാ ബഅദിഹി, ഓർക്കനെയാകുമ്പോ അവിടെയുള്ള ചില ആൾക്കെങ്കിലും പ്രയാസങ്ങൾ വരുന്നു. വലി അന്നൽ ഇസ്റാറ ഹുവൽ അഫ്ദൽ ബിദ്ദുആഇ, മാത്രമല്ല ദുആയിലെ അഫ്ദൽ ഇസ്റാറാണ്, പതുക്കെ ദ്വാരക്കലാണ്. ഇല്ലാലി ആരുന്ന്, ഒക്കനെയാക്കേണ്ട പോലെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിച്ച്, അല്ലെങ്കിൽ പതുക്കെയാണ് ദുആയിൽ ഏറ്റവും നല്ലത്. ഫത്താവൽ കുബറ 1, 251, 252. അപ്പൊ ആ രണ്ട് ഖുതുബിന്റെ ഇടയിൽ ഖത്തീബ് ഇരിക്കുമ്പോ ഖുതുബ
ഹാജറുള്ള ആളുകൾ ചെയ്യേണ്ടത് ദുആ ചെയ്യലാണ്. ദുആക്കുമ്പോൾ ഹംദ് സ്വലാത്തൊക്കെ ദുആക്ക് മുന്നോടിയായിട്ട് സുന്നത്തുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സ്വലാത്തൊക്കെ ചൊല്ലുന്നത് കേൾക്കുന്നത് ദുആയിന്റെ മുന്നോടിയായ സ്വലാത്തായിരിക്കാം. ഏതായാലും ദുആയാണ് സുന്നത്ത് എന്ന് തത്താൽക്കുമ്പോൾ കാണുന്നു.